ശ്രീ ജെയ്ക്സി തോമസ്, ഈ മുഖ്യമന്ത്രി കണ്ണൂരിൽ അന്നത്തെ മുഖ്യമന്ത്രി ആക്രമിക്കപ്പെട്ട കേസ് ഇന്നലെയും ഇന്നുമൊക്കെയായി കണ്ണൂരിൽ വിചാരണ നേരിടുകയാണ്. നിങ്ങളുടെ 2 മുൻ MLA-മാർ അടക്കമുള്ള കാണാതായപ്പോൾ സന്തോഷിച്ചു. ആരെങ്കിലും തല്ലിക്കൊന്ന് കാണുമെന്ന് കരുതി. 114 പ്രതികളാണ് ആ കേസിലുള്ളത്. അങ്ങനെ സംഭവിച്ചിട്ട് എന്താണ് പ്രതികരണമായി ഉണ്ടായത്? ഇവിടെ വധശ്രമമെന്ന് ആരോപിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ അതിന് സമാനമായതൊന്നും കണ്ടിട്ടില്ല. പക്ഷെ എന്താണ് നിങ്ങൾ കാണിച്ചത്? അതിലേക്ക് വരാം. പറഞ്ഞോളൂ. യൂത്ത് കോൺഗ്രസ് നേതാവ് സ്വതസിദ്ധമായ ശൈലിയിൽ അദ്ദേഹം പല സംവാദത്തിൽ ആവർത്തിക്കപ്പെട്ടതുപോലെ മുഖ്യമന്ത്രി, അതായത് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായി നമ്മളുടെ നാട്ടിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച് പുറത്തു വന്നിട്ടുള്ള ഈ കേസിലെ പ്രതിയുടെ വാചകങ്ങളെ കോട്ട് ചെയ്തുകൊണ്ട് പറയുകയാണ്, ഈ കേസിൽ സ്വർണം കടത്തിയില്ലേ, പണം കടത്തിയില്ലേ, ഇതാ അയാൾ എന്താ പറയുന്നേ? എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പറയുന്നു. നിനക്കല്ലേ കേൾക്കാൻ പറ്റും. ഇതായിരുന്നില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി ചെയ്തത്. അങ്ങ് ചോദിച്ചു എവിടെയാണ് തെളിവ്, ഏതാണ് കേസ്? കേരളത്തിലെ പ്രതിപക്ഷ നേതൃത്വത്തിന്റെ ഭാഗമായിട്ടുള്ള KPCC പ്രസിഡന്റ് ഈ പച്ചക്കള്ളങ്ങൾ ഇതേപോലെ ഇന്നലെ ആവർത്തിച്ചതാണ്. പിന്നെ പറഞ്ഞു വന്നപ്പോ ഒറ്റക്കാരോട് പറഞ്ഞ് അവസാനിപ്പിച്ചുള്ള യൂത്ത് കോൺഗ്രസ് നേതാവ് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ച പേടിച്ചു പോകുന്ന KPCC പ്രസിഡന്റ് ആയ കാലത്ത് തോക്കും വെടിയുണ്ടയും കൊടുത്ത് വിട്ടതാ കൊല്ലാൻ. ആരെ? ഈ LDF കൺവീനറെ, ഈ മുഖ്യമന്ത്രിയെ രോമത്തെ തൊടാൻ കഴിഞ്ഞോ? നിങ്ങളുടെ KPCC പ്രസിഡന്റ് ഉണ്ടയും തോക്കും കൊടുത്ത് വിട്ടിട്ട് RSS വില പറഞ്ഞു കേരള മുഖ്യമന്ത്രിയുടെ തലയ്ക്ക്. 10 രൂപ വില പറയാൻ കഴിയുന്ന ഒരു ശിരസ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഓഫീസിലുണ്ടോ യൂത്ത് കോൺഗ്രസ് നേതാവേ? എന്നിട്ടാണോ പിണറായിയുടെ ജീവന് വില പറയുന്നത്? RSSന് പോലും വേണ്ടാത്ത, ജീവിച്ചിരുന്നാൽ സംഘപരിവാരത്തിന് ലാഭമാകുന്ന രാഷ്ട്രീയ ശരീരങ്ങളാണ് കോൺഗ്രസിൽ അത്രയുമുള്ളത്. നിങ്ങളുടെ ശിരസിന് പോലും 10 കാശ് വില പറയാൻ പറ്റില്ല. എന്നിട്ടും കേരളത്തിലെ അധമ ഗുണ്ടാ സംഘത്തിന്റെ നേതാവ് തോക്കും കൊടുത്ത് ഉണ്ടയുമായി വിട്ടതാ. അന്ന് കഴിഞ്ഞിട്ടില്ല, അന്ന് പ്രതിരോധിച്ച് ചെറുത്തു തോൽപ്പിച്ചു തന്നു. പിന്നെ ഇപ്പോഴാണ് ഈ 2022 ആകാശത്ത് നടത്താൻ വേണ്ടി കയറി നോക്കിയതാണല്ലോ. ചെറുപ്പക്കാരായിരുന്നല്ലോ. 19 കേസിൽ പ്രതിയായ വധശ്രമ കേസിന്റെ നേതൃത്വമായ അരുമ സംഘത്തിന്റെ അധ്യാപക നേതാവ് എവിടെ പോയി? വിമാനത്താവളത്തിൽ. അപ്പോ ഈ പണിയൊക്കെ നന്നായി പോയി പഠിച്ചിട്ട് വാ, നമുക്ക് നോക്കാം കേട്ടോ യൂത്ത് കോൺഗ്രസ് നേതാവേ. ശ്രീ ഷഫീർ മറുപടി. ഇതിനകത്തൊരു കാര്യം നിങ്ങളുടെ കൃത്യമായിട്ട് പറഞ്ഞു തരാം. ബഹുമാനായ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിലേക്ക് നിരവധി തവണ പോയിട്ടുണ്ടെന്നും അദ്ദേഹവുമായിട്ടിരുന്ന് സംസാരിച്ചിട്ടുണ്ടെന്നും ഒരു പ്രതി വെളിപ്പെടുത്തുന്നു. അന്വേഷണം നടത്തിയിട്ടില്ല. പുതിയ കാര്യമായിട്ട് ഭാര്യയുടെയും മകളുടെയും അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്രട്ടറിയുടെയും കാര്യം പുതുതായിട്ട് പറയുന്നു. അതെല്ലാം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് യാഷ് കിരൺ എന്ന് പറയപ്പെടുന്ന ഒരു ഇടനിലക്കാരൻ പുറത്തു വരുന്നു. ആ ഇടനിലക്കാരൻ വേറൊരാളോട് ഫോൺ ചെയ്തിട്ട് പറയുന്നു, മുഖ്യമന്ത്രി ബിലീവേഴ്സ് ചർച്ചിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപ മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും പണം അമേരിക്കയിലേക്ക് കടത്തിയിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ADGP MR അജിത് കുമാർ ഈ ഇടനിലക്കാരനെ വിളിച്ച് 32 തവണ വാട്സപ്പ് കോൾ ചെയ്യേണ്ട എന്താ ദുരൂഹത? എന്താ 32 തവണ വാട്സപ്പ് കോൾ വിളിക്കാൻ ഇടനിലക്കാരായിട്ട് പ്രവർത്തിക്കാൻ ആരാണ് MR അജിത് കുമാറിനെ ചുമതലപ്പെടുത്തിയത്? ഇനി രക്ഷയില്ല. തിന്ന ബിരിയാണി പോലും ദഹിച്ചു പോയി. എന്താ MR അജിത് കുമാറിനെ എന്തായിരുന്നു വിളിക്കാൻ? ക്രമസമാധാനത്തിന് ചുമതലയുള്ള വിജയ് സാക്കറയുമായി നീ വെള്ളം ഇറങ്ങാതെ ചാവൂടാ. താല്പര്യപ്പെടുന്നില്ലേ? ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്കുണ്ടല്ലോ സിംലയില് നിങ്ങൾ വലിയ തള്ളി മറിച്ചുകൊണ്ട് പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ഹിമാചൽ പ്രദേശിൽ ഒരാളുണ്ട്, ഒരു കൗൺസിലർ ഉണ്ട്. അത് പോയി കേട്ടോ, RSSകാരന്റെ കൂടെ പോയി. ആകെ ഹിമാചൽ പ്രദേശിൽ ഒരെണ്ണം ഉണ്ടായിരുന്നത്, അതും പോയി. നിങ്ങൾക്ക് ഇനി 3 എണ്ണം ബാക്കിയുണ്ട്. രാഹുൽ ഗാന്ധി, നിങ്ങൾ നേരത്തെ ആക്ഷേപിച്ച് രാഹുൽ ഗാന്ധിയുടെ പണം വെച്ച് തമിഴ്നാട്ടിലോട്ട് പിടിച്ചത്. അടുത്ത പ്രാവശ്യം അതും കൂടി കൈകാര്യം ചെയ്ത് തരാം കേട്ടോ. എല്ലാം കൂടി പെരടിക്ക് വെച്ച് കെട്ടിത്തരും. വലിയ ഉപകാരം. അടുത്ത പ്രാവശ്യം അതും കൂടി കൈകാര്യം ചെയ്ത് തരാം. പിന്നെ ഒരു കാര്യം നിങ്ങളുടെ പറഞ്ഞുതരാം. ഇപ്പോ ഈ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് BJP പുറത്തിറങ്ങുന്നില്ല. ഈ കഴിഞ്ഞ 2 ആഴ്ചയായി വോട്ട് കൊണ്ടാ അറിയുമോ? നിർത്തോടെ. നിങ്ങൾക്കറിയോ, കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് BJPക്ക് പ്രശ്നമില്ല. എന്താണെന്നറിയോ? നിങ്ങളുടെ മുഖ്യമന്ത്രിയും BJPയും തമ്മിൽ ധാരണയാണ്. കേന്ദ്ര ഏജൻസി അന്വേഷിക്കാൻ വരുന്നില്ല. പുതിയ വെളിപ്പെടുത്തൽ വന്നിട്ട് അന്വേഷിക്കുന്ന കാര്യം എന്താ? നിങ്ങളും RSSും തമ്മിൽ, അമിത്ഷായും തമ്മിൽ ധാരണയാണ് കോൺഗ്രസ് മുക്ത ഭാരതത്തിന് വേണ്ടി. ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്.